ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ മുടി നല്ല നീളമായിട്ടും തിക്നെസ്സായിട്ടും വളരണമെന്നല്ലേ. അതിനൊരു ചെറിയ പാക്ക് ഞാൻ ഇടാൻ പോകണം എൻ്റെ മോൾക്ക്. ഇതാണ് ഞാൻ അവൾക്ക് ഒരാഴ്ചയിൽ ഓരോ പാക്ക് ഇട്ട് കൊടുക്കും. അത് ഞാൻ ഓരോ ആഴ്ചയും കാണിച്ചു തരാം കേട്ടോ. ഇതനുസരിച്ച് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മുടി ഇതുപോലെ നല്ല തിക്നെസ്സും നീളവും ഒക്കെ ആയിട്ട് വളരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ലീവല്ലേ, ഇനി ലീവായതുകൊണ്ട് എല്ലാവരും വീട്ടിലിരിക്കുമല്ലേ. അതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ തല ഇപ്പം ഭയങ്കര ചൂട് സമയമല്ലേ. ആ ചൂട് സമയമുണ്ട്. ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ തല നല്ല തണുക്കാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് വേണ്ടത് ഒരു പിടി തുളസി ഇല, ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല, ഒരു പിടി ചെമ്പരത്തി പൂവ്. ഇത് നമ്മൾ ഇന്നലെ രാത്രി തന്നെ കുതിർക്കാനിട്ടതാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ആ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞൊരു തുണിയിൽ നമുക്ക് നല്ലപോലെ അരിച്ചെടുക്കണം. ഒന്ന് അരച്ചുകൊണ്ട് വരാവേ. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. ഒരു തുണിയിൽ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തല കഴുകുമ്പോൾ തലയിലെല്ലാം മൊത്തം ഇത് പിടിച്ചിരിക്കും. അതുകൊണ്ട് നമുക്കൊന്ന് നല്ലപോലെ ഒരു തുണി വെച്ച് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ തേക്കാനായിട്ട്. ഇത് തലയിൽ തേക്കുന്നതിന് മുന്നേ നമുക്ക് തലയൊട്ടിയും തലമുടിയിലും നിറയെ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മളിത് തേക്കാനായിട്ട് കേട്ടോ. നല്ലപോലെ വിരൽ വെച്ച് നല്ല സ്കാൽപ്പിലെല്ലാം നല്ല മസാജ് കൊടുത്ത് വേണം നമ്മൾ ഈ എണ്ണ തേക്കാനായിട്ട്. എന്നു പറഞ്ഞാൽ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള രക്തഓട്ടം കൂടുകയും മുടി വളരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. ഉലുവ നമ്മുടെ സ്കാൽപ്പേയും മുടിയേയും നല്ല ഡ്രൈ ആക്കും. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ തേച്ചിട്ട് വേണം ഇത് തേക്കാൻ പറയുന്നത്. എല്ലാവരും എണ്ണ തേക്കാതെ എടുത്ത് തേച്ചേക്കല്ലേ കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ മുടി നല്ല ഡ്രൈ ആകും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഹെയർ മാസ്ക് നമുക്ക് തലയിലോട്ട് ഇടാം. അത് നമ്മൾ സ്കാൽപ്പിലോട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഓരോ മുടി ഇങ്ങനെ വകന്ന് മാറ്റി ഈ വിരലിൻ്റെ തുമ്പ് വെച്ച് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ നമ്മുടെ താരനും ചൊറിച്ചിലൊക്കെ ഉള്ളതൊക്കെ അങ്ങ് മാറിക്കോളും. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് തുളസി ഇലയും ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. ചെമ്പരത്തിപ്പൂ നല്ല ഒരു ഷൈനിങ് കിട്ടാനായിട്ട് നല്ലതാണ്. നമ്മൾ ഈ തേക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ഒരു സിൽക്ക് കണക്കാണ് നമ്മുടെ മുടി ഇരിക്കുന്നത് കേട്ടോ. നല്ല കൈ ഇങ്ങനെ തെന്നി പോവുകയാണ് തലയിലോട്ട് തൊടുമ്പോഴേ. സൂപ്പറായിരിക്കും. അത് കഴിയുമ്പോൾ തേച്ച് കഴിയുമ്പോൾ മുടി നല്ല ഷൈനിങ്ങും നല്ല സിൽക്കി ആയിട്ട് കിടക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ചെയ്തു തരാൻ ആളുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറയണം. അല്ലെങ്കിൽ തന്നെത്താനെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്ത് അങ്ങ് മുടിയുടെ കാല് തൊട്ട് മുടിയുടെ അറ്റം വരെ ഇങ്ങനെ ഓരോന്ന് ഇതായിട്ട് എടുത്ത് അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കണം. പിടിപ്പിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരം കെട്ടി വയ്ക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്നാന്ന് പറഞ്ഞാൽ ജലദോഷമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ. കുഴപ്പമില്ല, നമ്മളിതിൻ്റെ അകത്ത് ഇതിട്ടിട്ടുണ്ടല്ലോ, തുളസി ഇല ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഒത്തിരി നേരം വെക്കേണ്ട. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചാൽ മതി. ജലദോഷമൊക്കെ പിടിക്കുമെന്നുള്ള ഇത് നമ്മുടെ ഉലുവ തണുപ്പല്ലേ. ഇത് കെട്ടി വെച്ച് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കുളിച്ചിട്ട് വന്ന് നല്ലപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ കുളിക്കണം കേട്ടോ. ഷാമ്പു ഇടണമെന്നാൽ ഷാമ്പു ഇല്ല, നമ്മുടെ ചീവയ്ക്കാപ്പൊടി മേടിച്ചിടാം തലയിൽ. അത് നല്ലതാണ്. മറ്റേ കെമിക്കൽ ഷാമ്പു ഇടുന്നതിനെക്കാട്ടും ചീവയ്ക്കാപ്പൊടി നല്ലതാണ്. കണ്ടോ, കുളിച്ച് കഴിഞ്ഞുള്ള ഇതാണ്. ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കരുതേ.